സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറയുന്നത് BJPക്ക് കേരളത്തിൽ സീറ്റ് കിട്ടാതിരുന്ന സമയത്തും കേരളത്തിനെ പ്രതിനിധീകരിച്ച് പിന്നെ രാജഗോപാലും പിന്നെ ഇപ്പോഴത്തെ സഹമന്ത്രിയായിട്ടുള്ള മുരളീധരനും മന്ത്രിയായ സ്ഥിതിക്ക് ഇപ്പം ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി മന്ത്രിയാകാനാണ് ചാൻസ്. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എങ്ങനെയായാലും ശരി തന്നെ സുരേഷ് ഗോപി നല്ലൊരാളാണ്. ഇപ്പോൾ അയാൾ ജയിച്ചത് ഈ പറഞ്ഞ കണക്ക് ഇവരെല്ലാം പറഞ്ഞ കണക്ക് രാഷ്ട്രീയപരം അല്ലെങ്കിലും മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എല്ലാത്തിലും ജയിക്കാൻ പറ്റിയത് അതിനകത്ത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഏത് പാർട്ടിക്കാരനായാലും അയാൾ ഇപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന അങ്ങനെയാണ്. ഇപ്പൊ അവിടെ തൃശ്ശൂരിൽ നിന്നല്ലേ ജയിച്ചത്. അവിടെ പോയി അത്ര ആൾക്കാരുടെ ഇടയ്ക്ക് നിന്ന് ഇത് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ നമ്മളോട് അറിഞ്ഞാണ്. അവിടെ കണ്ടൊരു മാർക്കറ്റ്, ശക്തൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റ് കൊണ്ടുണ്ട്. അത് നല്ല നവീകരണത്തിലെത്തി എത്ര കോടി രൂപയ്ക്കെന്നൊക്കെ പറയുന്നത്. തോറ്റാലും ജയിച്ചാലും ചെയ്യുന്ന പറയുന്ന ആദ്യത്തെ ആളാണ് അയാള്. തീർച്ചയായിട്ടും ഉണ്ടാവും. BJPയുടെ ഭരണമാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി ആവാനാണ്. അതെങ്ങനെയാ നടക്കട്ടെ, കൊല്ലക്കാരെ വിടത്തില്ല. അതാണ് നമ്മുടെ അഭിപ്രായം. കൊല്ലത്തിന് ഇതേ മാത്രമല്ലേ ഉള്ളു. അന്നേരം പിന്നെ ഒരിക്കലും അതുണ്ടെങ്കിലും കാര്യമില്ലല്ലോ. കൊല്ലത്തിനും കൂടി ഉപകാരം ഉണ്ടാവും. തീർച്ചയായിട്ടും കൊല്ലംകാര് വിളിച്ചാലും സുരേഷ് ഗോപി തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോ അതിന്റെ പൊതുവെ സുരേഷ് ഗോപി തൃശ്ശൂർ മാത്രമല്ല പല ജില്ലകളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഈ കോടീശ്വരം പരിപാടി തന്നെ അയാൾ നടത്തി. അയാള് അതിന്റെ ഇതല്ലായിരുന്ന അതിനകത്ത് തന്നെ എത്രയോ സഹായങ്ങൾ എത്രയോ പേർക്ക് ചെയ്യുന്നു. ഇവിടെ അതിനൊക്കെ പല ചാനലുകളും പലരും നടത്തുന്നുണ്ടല്ലോ. ആരും ചെയ്യുന്നില്ലല്ലോ. അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ജയിച്ച് അതിൽ നമുക്കെല്ലാം സന്തോഷമേ ഉള്ളൂ. കേരളം മൊത്തം കീഴടക്കാൻ പോവാ. മുകേഷ് വന്ന ശേഷം കേരളം മൊത്തം BJPയുടെ തരംഗി കാണാം. സുരേഷ് ഗോപിയുടെ കേറിയിട്ടുണ്ടെങ്കിൽ ബാക്കി കൂടി കേരളം മൊത്തം പിടിക്കാനുള്ള പരിപാടിയുണ്ട് ഞങ്ങൾക്ക്. അതായത് തൃശ്ശൂർ ഒരു മോഡലാക്കിയിട്ട് താമര വിരിഞ്ഞിരിക്കും. വിരിക്കാൻ പറ്റും. എങ്ങനെ സാധിക്കും? കേരളത്തിൽ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. മാറി തുടങ്ങി. ഇത് മൂന്നാം ഭരണം എന്തായാലും ഒരു വിജയം തന്നെ. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് ഒരു വിജയം തന്നെ. ഈ മൂന്നാം മോദി 3.0 അപ്പൊ അത് എത്രത്തോളം സഫലമാണെന്ന് പ്രതീക്ഷിക്കുന്നു? സഫലം തന്നെ. ആര് ചാടി പോയാലും ശരി അവിടെ ഭരിക്കുന്ന പ്രധാനമന്ത്രി ആണെങ്കിൽ അതൊക്കെ അത് കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന അവിടെ ഒരു ഇതുമില്ല, ഒരു കുഴപ്പമില്ല. അവിടെ അതിനെ കുറിച്ച് തർക്കമില്ലല്ലോ. മന്ത്രിമാര് അവർ ആവശ്യപ്പെടുന്ന 2 മന്ത്രിമാർക്ക് എന്തായാലും നരേന്ദ്രമോദി സർക്കാർ കൊടുത്തിരിക്കും. സാധ്യത കൂടുതലാണ്. അദ്ദേഹം വേണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാലും അദ്ദേഹം കൊടുത്താൽ എടുക്കും എന്നുള്ള രീതിക്ക്. അദ്ദേഹം അത് ഓൾറെഡി MP അതിനു മുമ്പ് തന്നെ ഒരുപാട് പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണല്ലോ. അതെ അതെ. ഒരു മന്ത്രി കൂടി ആയി കഴിഞ്ഞാൽ തൃശ്ശൂരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഒരുപാട് കേരളത്തിൽ തന്നെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അദ്ദേഹത്തിലൂടെ ഒരുപാട് വരും. അദ്ദേഹം തൃശ്ശൂർ മാത്രമല്ല മറ്റൊരുപാട് ജില്ലകളിലും പ്രവർത്തനം കാര്യം വഹിക്കുന്നുണ്ട്. കൊല്ലത്ത് ഇത്രയും വോട്ട് നമുക്ക് കിട്ടിയില്ലേ. ഇനി എന്തായാലും അടുത്ത വർഷം എന്തായാലും കൊല്ലംകാരാണ്. അപ്പൊ ആ രീതിയിൽ എങ്ങനെ കാണുന്നു? കൊല്ലത്ത് 3 മന്ത്രിമാരും കൊല്ലക്കാരാ. ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം. എന്താ പ്രധാനമന്ത്രി അവിടെ ചെയ്യുന്നതെല്ലാം ഇതിനു വേണ്ടിയല്ലേ, നമ്മളെ മൊത്തത്തിനുള്ള ഇതിനല്ലേ. സുരേഷ് ഗോപി കേരളത്തിൽ വേറെ മന്ത്രി ഇല്ലല്ലോ. പിന്നെ ഭൂരിപക്ഷം കൂടുതലല്ലേ തൃശ്ശൂര്. 5 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കി എടുത്തതാണ് സുരേഷ് ഗോപി. കാരണം ഞാൻ തൃശ്ശൂരിന്റെ അടുത്തുള്ള ആളാ. അപ്പൊ നമുക്ക് അതിനെ പറ്റി അറിയാം. NDAയിൽ സീറ്റ് തർക്കമുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? NDAയിൽ സീറ്റ് തർക്കമുണ്ടെങ്കിലും മന്ത്രിയുടെ എണ്ണം കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മോദി സാറ്. പലരും ഈ മന്ത്രിസ്ഥാനം ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടി കൊടുക്കാൻ പറ്റും. കേരളത്തിൽ നിന്നൊരു മന്ത്രി എന്തായാലും വേണം. അത് മുരളീധരനേക്കാൾ ഒന്നുകൂടി ഇയാൾക്ക് കൊടുക്കാനാണ് സാധ്യത. ഇപ്പോ കാരണം എന്ന് വെച്ചാല് കേരളത്തില് ആദ്യമായിട്ടൊരു താമര വരുന്നത് ഇപ്പോ. അപ്പോ അത് BJP മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള സാധ്യത. അതായത് തൃശ്ശൂർ ഒരു മോഡലാക്കാൻ സാധ്യത ഉണ്ടോ? തീർച്ചയായും. കാരണം അതിൻ്റെ ഒരു അനുഭാവം ഇങ്ങനെ ആയിരിക്കും ഞങ്ങൾ വന്നാൽ എന്ന് കേരളക്കാർക്ക് കാണിച്ചു കൊടുക്കും. അതാണല്ലോ രാഷ്ട്രീയം. അല്ല, അത് തൃശ്ശൂരുകാർക്ക് ഉപകാരമാവും. തൃശ്ശൂർ ഒരു വികസനത്തിന്റെ മാർഗത്തിലേക്ക് സഞ്ചരിക്കുക ഇനി മുതൽ. പരമാവധി സുരേഷ് ഗോപി കിട്ടാവുന്നത്ര കൊണ്ടുവരും ചെയ്യും.
അവിടുന്ന് വാങ്ങിച്ചെടുക്കുകയും ചെയ്യും, അവർ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യും. നിലവിൽ തന്നെ തൃശ്ശൂരിൽ ഒരുപാട് മാറ്റങ്ങൾ സുരേഷ് ഗോപി കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ട്. ഇനിയും കൊണ്ടുവരാൻ ഇപ്പൊ കുറച്ചും കൂടി മന്ത്രി ആവുകയാണല്ലോ, അപ്പൊ ഒന്നുകൂടി കൊണ്ടുവരാൻ സാധ്യതകൾ കൂടും. 100% കിട്ടണമെന്നാണ്. എന്തുകൊണ്ടാണ് ചേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം? കേരളത്തിലെ ആദ്യത്തെ പിന്നെ MP സ്ഥാനം അദ്ദേഹത്തിനാ, BJP-യില്. BJP-യില്. പിന്നെ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടണ്ടായോ? കിട്ടിയേ പറ്റത്തുള്ളൂ. സാധ്യത ഉണ്ടോ അതിനു വേണ്ടി? സാധ്യത പിന്നെ സാധ്യത 100% സാധ്യത. NDA-യിൽ ഇപ്പോ സീറ്റുമായി ചൊല്ലിയിട്ടുള്ള തർക്കം നടക്കുന്നുണ്ടല്ലോ. അല്ല, അദ്ദേഹം ഡൽഹി പോയില്ല, ഇപ്പൊ കിട്ടുമെന്നാണ് 100% വിശ്വാസം. പിന്നെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നത്. കേന്ദ്രമന്ത്രി സ്ഥാനം തന്നെ കിട്ടണം. എന്ന് വെച്ചാൽ കേരളത്തിലെ BJP-യിലെ ആദ്യത്തെ MP സ്ഥാനമാണ്. 47 തൊട്ട് 2027 ആദ്യത്തെ MP സ്ഥാനം കേരളത്തിൽ. അത് കിട്ടണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോ BJP-ക്ക് ഇപ്പൊ ഒരു സീറ്റ് അവിടെ കിട്ടി. അപ്പൊ അതുകൊണ്ട് BJP കേന്ദ്രത്തിൽ നിന്ന് തന്നെ മാക്സിമം ഇന്ന് ഇപ്പൊ ഒന്നാവും, നാളെ വികസനം ഉണ്ടാകും. അതായത് ഒരു മാതൃക, ഒരു മോഡൽ. അല്ല, അതല്ല. അപ്പൊ അങ്ങനെ MP സ്ഥാനത്തിന് മുമ്പേ വികസനം ഉണ്ടാക്കിയിട്ടുണ്ട് തൃശ്ശൂർ ഉണ്ടാക്കിയിട്ടുണ്ട്. ശക്തൻ മാർക്കറ്റ് അടക്കമുള്ള മാർക്കറ്റ് അടക്കമുള്ള ഒരുപാട് ആൾക്കാർക്ക്, എല്ലാ നാനാജാതിക്കാർക്കും നല്ല 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 അഭിപ്രായമാണ്. ആരും ഇച്ചിപ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലേ. അത് തന്നെ ഇപ്പൊ ഇന്ന് 1 ചിലപ്പോൾ നാളെ 4 ആവും. അതൊക്കെ അത് എങ്ങനെ കൂടിയല്ലേ വരുത്തുള്ളൂ. കുറഞ്ഞൊരു മോഡലാക്കി മാറ്റുമോ? മാറ്റും. കേരളം ഒരു മോഡലാണ്. കേന്ദ്രമന്ത്രി കേരളം തൃശ്ശൂർ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെന്താ, അടുത്ത നിയമസഭ വരുന്നു. നിയമസഭയിലും പിന്നെ അടുത്ത രാജ്യസഭ, നിയമസഭ പിന്നെ വിരിയാതെ ഇപ്പൊ തുടക്കം 1 ഇനിയിപ്പോ നിയമസഭ എത്ര എണ്ണം വിരിയെന്ന് അറിയാവേ. അത് കഴിഞ്ഞ് പിന്നെയും അത് ഇപ്പൊ തുടക്കത്തിൽ ഇപ്പൊ ഇത് അങ്ങനെ തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിൽ ഒരു മാതൃകയാണ്. പിന്നെ സുരേഷ് ഗോപി തീർച്ചയായും 100%. പിന്നെ 100% മാതൃക തന്നെ. പിന്നെ അതിന് പിന്നെ പതുക്കെ പറയണോ? അത് 100% മാതൃക തന്നെ.